ബഹ്റിനിലെ വിവിധ മേഖലകളിൽ ഉയർന്ന തസ്തികകളിൽ സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകും. സ്വദേശികൾക്ക് തൊഴിൽ നൽകുന്നതിന് ഈ വർഷം 5 എംപ്ലോയ്മെന്റ് എക്സിബിഷനുകൾ സംഘടിപ്പിക്കാൻ ബഹ്റിൻ ക്യാബിനറ്റ് യോഗം തീരുമാനിച്ചു. വിവരങ്ങളുമായി മിഡിൽ ഈസ്റ്റ് ഡയറക്ടർ എം അഷ്റഫ് ചേരുകയാണ്. അഷ്റഫ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? വിവിധ മേഖലകളിൽ ഉയർന്ന തസ്തികകളടക്കം സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാനാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ബുദേബിയ പാലസിൽ ചേർന്ന ക്യാബിനറ്റ് യോഗത്തിൽ പ്രധാനമന്ത്രി പ്രിൻസ് ഖലീഫ ബിൻ സൽമാനാണ് അധ്യക്ഷത വഹിച്ചത്. സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഈ വർഷം 5 എംപ്ലോയ്മെന്റ് എക്സിബിഷനുകൾ സംഘടിപ്പിക്കാനുള്ള തീരുമാനവും മന്ത്രിസഭ കൈക്കൊണ്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നടത്തിയ 4 പ്രദർശനങ്ങൾ വിജയകരമായിരുന്നുവെന്ന് വിലയിരുത്തി എല്ലാ മേഖലകളിൽ നിന്നുമുള്ള തൊഴിൽ ദാതാക്കളെയും ഒരു കുടക്കീഴിൽ അണിനിരത്തിയായിരിക്കും പ്രദർശനം നടത്തുക. വിവിധ ഗ്രാമങ്ങളിൽ സന്ദർശനം നടത്തി അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ഇത് നടപ്പാക്കുന്നതിന് ഉന്നത ഉദ്യോഗസ്ഥരുടെ സഹായം തേടാൻ ചർച്ചയിൽ വ്യക്തമാക്കി. 3 പ്രധാന പദ്ധതികൾ വൈകിയത് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ കിരീടാവകാശിയും 1ാം പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ അഹമ്മദ് അൽ ഖലീഫയുടെ അധ്യക്ഷതയിലുള്ള കമ്മിറ്റിയെ ക്യാബിനറ്റ് ചുമതലപ്പെടുത്തി. കിങ് ഫഹദ് റോയൽ മെഡിക്കൽ കോളേജ്, മാലിന്യ സംസ്കരണം, ടെലികോം മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ പദ്ധതികളാണ് നിശ്ചയിച്ച സമയത്തെക്കാളും വൈകിയത്. അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് കൈമാറും. രാജ്യത്തെ നിക്ഷേപ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനും സാമ്പത്തിക സ്വാതന്ത്ര്യം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള നടപടികളെക്കുറിച്ച് ക്യാബിനറ്റ് ചർച്ച ചെയ്തു. ഇതിനായി കിരീടാവകാശി പ്രിൻസ് സൽമാൻ ബിൻ അഹമ്മദ് അൽ ഖലീഫയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ക്യാബിനറ്റ് ചർച്ചക്കെടുത്തു. സുതാര്യത, മത്സരക്ഷമത, രാജ്യത്തിന്റെ ഭൂമി ഉപയോഗപ്പെടുത്തൽ അവസര സമത്വം, ഇത്തരം ഭൂമിയുടെ ശരിയായ വിനിയോഗം, മെച്ചപ്പെട്ട വരുമാനം ഉറപ്പുവരുത്തൽ തുടങ്ങിയ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. രാജ്യത്തിന്റെയും വിവിധ കമ്പനികളുടെയും അധീനതയിലുള്ള ഭൂമിയിൽ നിക്ഷേപ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് നിബന്ധനകൾ ഉണ്ടാക്കാനുള്ള പദ്ധതിക്ക് മന്ത്രിസഭ അനുമതി നൽകിയിട്ടുണ്ട്. ഭാവിയിൽ ഭൂമി നിക്ഷേപ സംരംഭങ്ങൾക്കായി ഉപയോഗിക്കുന്നത് പ്രസ്തുത നിയമം അനുസരിച്ചായിരിക്കും. ഇങ്ങനെ സമൂലമായ ഒരു പരിഷ്കരണ ഭാഗത്തിന്റെ ഭാഗമായുള്ള ഒരുപാട് നിയമ പദ്ധതികളും മറ്റും ക്യാബിനറ്റ് ചർച്ച ചെയ്തു. വളരെ പ്രധാനപ്പെട്ട തസ്തികകൾ ബഹ്റൈനിൽ സ്വദേശികൾക്ക് മുൻഗണന നൽകാനും മാത്രമല്ല സ്വദേശികൾക്ക് തൊഴിൽ മേഖലയിൽ വിവിധ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള എംപ്ലോയ്മെന്റ് എക്സിബിഷനുകൾ നടത്താനും തീരുമാനമായി എന്നുള്ളത് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ വളരെ നിർണായകമായ ഒരു തീരുമാനം തന്നെയാണ്. ഈ അഷ്റഫാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്, നഴ്സുമാർക്ക് കുവൈറ്റിലേക്കുള്ള പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് നിർത്തിവെച്ചു. വ്യാജ റിക്രൂട്ട്മെന്റുകൾക്ക് തടയിടാനാണ് കുവൈറ്റിലെ ഇന്ത്യൻ എംബസി നഴ്സുമാർക്ക് PCC നൽകുന്നത് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചത്. വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ടി ജമാലുദ്ദീൻ ചേരുകയാണ്. ജമാലുദ്ദീൻ, മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കുവൈത്ത് ആരോഗ്യ മന്ത്രാലയത്തിലേക്ക് നഴ്സിംഗ് തസ്തികയിലേക്ക് നടത്തുന്ന വ്യാജ റിക്രൂട്ട്മെന്റുകൾ തടയാനാണ് നഴ്സുമാർക്ക് കുവൈറ്റിലേക്കുള്ള ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് നിർത്തിവെച്ചത്. ദുബായിൽ വെച്ച് മാസങ്ങൾക്ക് മുമ്പ് ഉദ്ഫൂർഗീസ് നടത്തിയ വ്യാജ റിക്രൂട്ട്മെന്റ് തടയുന്നതിന്റെ ഭാഗമായാണ് അധികൃതരുടെ ഈ പുതിയ നീക്കം. കുവൈത്തിലെ ഇന്ത്യൻ എംബസിയാണ് നഴ്സുമാർക്ക് PCC നൽകുന്നത് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ദുബായിൽ നടന്ന റിക്രൂട്ട്മെന്റിൽ 8,000 മുതൽ 10,000 വരെ ദിനാർ വാങ്ങി വിസ നൽകുന്നത് ഇന്ത്യൻ അംബാസഡറുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് അംബാസഡർ സുനിൽ ജെയിൻ തൽക്കാലം PCC നൽകുന്നത് നിർത്തിവെച്ചിരുന്നത്. ഉത്തരവ് ഇറക്കിയത് ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ച നോർക്ക ഒഡെക്സ്പെക് വഴിയുള്ള റിക്രൂട്ട്മെന്റിന് ഈ ഉത്തരവ് ബാധകമാകില്ലെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയ അണ്ടർ സെക്രട്ടറി ഹർബിയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ഈ മാസം 15-ാം തീയതി കേരളത്തിൽ എത്തുന്നുണ്ട്. മാർച്ച് 16, 17 തീയതികളിൽ ഇവർ നോർക്ക വകുപ്പ് മന്ത്രി, നോർക്ക സെക്രട്ടറി എന്നിവരെ കണ്ട് കുവൈറ്റിലേക്കുള്ള നഴ്സുമാരുടെ റിക്രൂട്ട്മെന്റ് കാര്യങ്ങൾ ചർച്ച നടത്തുമെന്ന് കുവൈത്തിലെ അംബാസഡർ സുനിൽ ജെയിൻ കരളി വാർത്തയെ അറിയിക്കുകയുണ്ടായി. അടിയന്തരമായി കുവൈറ്റിലേക്ക് 1000 നഴ്സുമാരെയാണ് ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത്. വ്യക്തമാണ്. ടി ജമാലുദ്ദീനാണ് വിശദാംശങ്ങൾ നൽകിയത്. ദുബായിയുടെ ഊർജ്ജ ജലമേഖലയിൽ ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി വൻതോതിൽ നിക്ഷേപം നടത്തുന്നു. ഈ മേഖലയിൽ 6,500 കോടി ദിർഹത്തിന്റെ നിക്ഷേപം നടത്തുമെന്ന് ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി MDയും സിഇഒയുമായ സയ്യിദ് മുഹമ്മദ് അൽ ടയർ അറിയിച്ചു. വൈദ്യുതി, ജലം, പാരമ്പര്യേതര ഊർജ്ജം, അടിസ്ഥാന സൗകര്യ വികസനം എന്നീ മേഖലകളിൽ രാജ്യാന്തര നിലവാരമുള്ള പദ്ധതികൾ പൂർത്തിയാക്കാനാണ് തുക വിനിയോഗിക്കുകയെന്നും അധികൃതർ വ്യക്തമാക്കി.
2020 സൗദി സ്വദേശികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തും. ഇത് സംബന്ധിച്ച് സൗദി ആരോഗ്യ മന്ത്രാലയം, സൗദി ആരോഗ്യ ഇൻഷുറൻസ് കൌൺസിൽ തുടങ്ങിയവ പഠനം നടത്തുന്നതായി സൗദി ആരോഗ്യ ഇൻഷുറൻസ് കൌൺസിൽ വക്താവ് യാസർ അൽ മാരിക് വെളിപ്പെടുത്തി. ഗവൺമെന്റ് ആശുപത്രികളെയും സ്വകാര്യ ആശുപത്രികളെയും ഇതിന് യോഗ്യമാക്കും. കൂടുതൽ സ്ഥലങ്ങളിൽ ആരോഗ്യ സേവനം ലഭ്യമാക്കുന്നതോടൊപ്പം ഏറ്റവും മികച്ച സേവനം നൽകുകയും ചെയ്യുക എന്നതാണ് കൌൺസിൽ ലക്ഷ്യമാക്കുന്നത്. കുവൈറ്റിലെ മലയാളി ഫുട്ബോൾ ക്ലബ്ബുകളുടെ കൂട്ടായ്മയായ കേരള എക്സ്പാറ്റ് ഫുട്ബോൾ അസോസിയേഷൻ ജില്ലാ ടൂർണമെന്റ് നടത്തുന്നു. കുവൈറ്റിലെ മുഴുവൻ ജില്ലാ അസോസിയേഷനുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കെഫാക് അന്തർ ജില്ലാ ഫുട്ബോൾ ടൂർണമെന്റ് ഏപ്രിൽ 8-ന് മിസ്രഫ് പബ്ലിക് അതോറിറ്റി ഫോർ യൂത്ത് ആൻഡ് സ്പോർട്സ് സ്റ്റേഡിയത്തിൽ നടത്തും. ഫാസിസത്തിനെതിരെ വെൽഫെയർ കേരള കുവൈറ്റ് ജനാധിപത്യ സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചു. വെൽഫെയർ കേരള കുവൈറ്റ് പ്രസിഡന്റ് ഖലീൽ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ലൈക് അഹമ്മദ് സ്വാഗതം, റഫീഖ് ബാബു നന്ദിയും പറഞ്ഞു. ദുബായ് ഖിസൈസ് മോസിന ഡ്യൂൺസ് ഹോട്ടലിലെ ആദാമിന്റെ ചായക്കടയിൽ മാർച്ച് 31 വരെ നീളുന്ന ഭക്ഷ്യമേളയ്ക്ക് തുടക്കമായി. മൺമറഞ്ഞ മലയാള രുചികളെ പ്രവാസ ലോകത്തിന് പരിചയപ്പെടുത്താൻ ലക്ഷ്യമാക്കിയാണ് ഭക്ഷ്യമേള ഒരുക്കിയിരിക്കുന്നതെന്ന് ആദാമിന്റെ ചായക്കടയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അനീസ് ആദം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 30 തരം ചിക്കൻ ഫ്രൈകൾ, വിവിധ തരം സീ ഫുഡുകളും മേളയിൽ ഒരുക്കിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. വിശേഷ ഉത്സവ കാലയളവുകളിൽ 10-20 ദിവസം നീണ്ടുനിൽക്കുന്ന പോപ്പ്-അപ്പ് ഫുഡ് ഫെസ്റ്റിവലുകൾ യുഎയിലുടനീളം നടത്തുന്നതിന്റെ ആദ്യപടിയായാണ് ആദാമിന്റെ ചായക്കട ഈ മേള ഒരുക്കിയിരിക്കുന്നത്. ഡ്യൂൺസ് ഹോട്ടൽ ഡയറക്ടർ MC ജലീലും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. കുവൈറ്റിലെ കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ബാലകലാമേളയുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഏപ്രിൽ 29-ന് അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ ആണ് ബാലകലാമേളയെന്ന് കലാഭാരവാഹികൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 97262978 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കുവൈറ്റിലെ മലയാളി ഫുട്ബോൾ ക്ലബ്ബുകളുടെ കൂട്ടായ്മയായ കേരള എക്സ്പാറ്റ് ഫുട്ബോൾ അസോസിയേഷൻ ജില്ലാ ടൂർണമെന്റ് നടത്തുന്നു. ഏപ്രിൽ 8-ന് മിസ്രഫ് പബ്ലിക് അതോറിറ്റി ഫോർ യൂത്ത് ആൻഡ് സ്പോർട്സ് സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റ് എന്ന് ഭാരവാഹികൾ അറിയിച്ചു. കിങ് ഫഹദ് ആശുപത്രിയിൽ മരിച്ച ആലുവ കുഞ്ഞുണ്ണിക്കര ജാഫറിന്റെ മൃതദേഹം കബറടക്കി. മൃതദേഹം നാട്ടിലെത്തിക്കുന്ന നടപടികൾക്ക് നവോദയ കേന്ദ്ര വൈസ് പ്രസിഡന്റ് ഹനീഫ മൂവാറ്റുപുഴ, ഏരിയ സാമൂഹ്യക്ഷേമ വിഭാഗം കൺവീനർ ചന്ദ്രബാബു കടക്കൽ എന്നിവർ നേതൃത്വം നൽകി. നവോദയ ദമാം റാബിയ കുടുംബവേദി ഡബിൾസ് ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. എലൈറ്റ് വിഭാഗത്തിൽ രാജേഷ് നായർ ആൻഡ് ജബ്ബാർ വിന്നേഴ്സ്, മുജീബാൻ റഫീഖ് റണ്ണേഴ്സുമായി. ഫ്ലൈറ്റ് എ വിഭാഗത്തിൽ അബ്ദുള്ള ആൻഡ് അർഷാദ് വിന്നേഴ്സും സാദിഖ് ആൻഡ് സമീർ റണ്ണറപ്പുമായി. നവോദയ ദമാം ഏരിയ പ്രസിഡന്റ് ഉണ്ണി എങ്ങണ്ടിയൂർ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ബദർ മക്ക ഫുട്ബോൾ ക്ലബ്ബ് സംഘടിപ്പിച്ച പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരത്തിൽ നിന്ന് സ്വരൂപിച്ച ധനസഹായം ജിദ്ദയിലെ തമിഴ് സംഘം ചെന്നൈ റിലീഫ് വിങ്ങിന് സമീർ കുടിയത്തൂർ കൈമാറി. ക്ലബ് പ്രതിനിധികളായ സിദ്ദീഖ്, അസു കോഴിക്കോട്, ഹബീബ് ഏലംകുളം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കീഴുപറമ്പ് പഞ്ചായത്ത് നിവാസികളുടെ കൂട്ടായ്മയുടെ വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. VP ജോഹറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജനറൽ ബോഡി ഹമീദ് ചാലിൽ, ബഷീർ എടക്കര, ഇക്ബാൽ കുനിയിൽ എന്നിവരെ രക്ഷാധികാരിയായും അഷ്റഫ് കോളക്കോടൻ പ്രസിഡന്റായും ഷമീർ MTA ജനറൽ സെക്രട്ടറിയായും ലിയാഖത്ത് അലി കാരങ്ങാടിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. വിമൻസ് ഫ്രറ്റേണിറ്റി ഫോറം അൽക്കോബാർ മേഖലാ കമ്മിറ്റി ഫാമിലി മീറ്റ് സംഘടിപ്പിച്ചു. കുട്ടികൾക്കായി നടത്തിയ മെമ്മറി ടെസ്റ്റിൽ സീനിയർ വിഭാഗത്തിൽ ഫിദ മുസക്കുട്ടി, അഫീഫ അൻസാർ എന്നിവർ 1ഉം 2ഉം സ്ഥാനവും, ജൂനിയർ വിഭാഗത്തിൽ റിയ ഫാത്തിമ, ഹൈഫ എന്നിവർ 1ഉം, അനീസ മറിയം എന്നിവർ 1ഉം 2ഉം സ്ഥാനങ്ങളും പങ്കിട്ടു. തുടർന്ന് നിവർന്നു നിൽക്കുക, മുട്ടിൽ ഇഴയരുത് വിഷയത്തിൽ ഷൈമ നസീർ പ്രഭാഷണം നടത്തി. കോട്ടയത്തെ മെത്രാൻ കായൽ നികത്തുന്നതിന് സർക്കാർ നൽകിയ അനുമതി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. തൽസ്ഥിതി തുടരണമെന്നാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. പ്രദേശവാസിയായ അലക്സാണ്ടർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ സ്റ്റേ.
മെത്രാൻകായലിൽ 8 ഹെക്ടർ ഭൂമിയുടെ ഉടമയായ അലക്സാണ്ടർ എന്നയാളാണ് സർക്കാർ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത്. 2008 തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം മെത്രാൻകായലിൽ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടത്താനാവില്ലെന്നും പ്രദേശം കൃഷിഭൂമിയാണെന്നുമായിരുന്നു ഹർജിക്കാരന്റെ വാദം. മെത്രാൻകായൽ നികത്തപ്പെടുന്നതോടെ തന്റെ ഭൂമിയിൽ കൃഷി ചെയ്യാനാവാത്ത സ്ഥിതി വരുമെന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി. സർക്കാർ ഉത്തരവിന് പിന്നിൽ ബാഹ്യപ്രേരണയും ദുരുദ്ദേശവുമുണ്ടെന്നും ഹർജിക്കാരൻ ആരോപിച്ചു. സർക്കാർ അഭിഭാഷകൻ സർക്കാർ നിലപാട് അറിയിക്കാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടു. ഇതിനെ തുടർന്ന് തൽസ്ഥിതി തുടരാൻ ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് ഉത്തരവിടുകയായിരുന്നു. വിനോദസഞ്ചാര പദ്ധതിക്കായി മെത്രാൻകായൽ നികത്താൻ അനുമതി നൽകിയ സർക്കാർ തീരുമാനം കടുത്ത പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. സ്ഥാനമൊഴിയുന്നതിന് തൊട്ടുമുൻപായി എടുത്ത തീരുമാനം വലിയ വിവാദങ്ങൾക്കും അഴിമതി ആരോപണങ്ങൾക്കും ഇടയാക്കി. തുടർന്ന് പുറത്തുവന്ന വിവരങ്ങൾ സർക്കാരിനെയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെയും പ്രതിക്കൂട്ടിലാക്കുന്നതായിരുന്നു. ഇതിനിടെ വിവാദ തീരുമാനത്തിൽ ഹൈക്കോടതിയും ഇടപെട്ടത് സർക്കാരിന് തിരിച്ചടിയായി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ടൂറിസ്റ്റ് പദ്ധതിക്കായി മെത്രാൻകായൽ നികത്താൻ LDF സർക്കാർ അനുമതി നൽകിയെന്ന പ്രചരണം അടിസ്ഥാനരഹിതം. കുമരകം ടൂറിസ്റ്റ് റിസോർട്ട് വില്ലേജ് എന്ന പദ്ധതിക്കായി നിർദ്ദേശം വന്നുവെങ്കിലും മന്ത്രിസഭ അംഗീകാരം നൽകിയില്ല. പദ്ധതി നടപ്പാക്കിയാൽ വൻ പാരിസ്ഥിതികാഘാതമുണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അനുമതി നിഷേധിച്ചത്. നാളെ മെത്രാൻകായലിലേക്ക് KSKTU മാർച്ച് സംഘടിപ്പിക്കും. കുട്ടനാടൻ കായൽ നിലങ്ങളിൽ ഉൽപാദനക്ഷമതയിൽ മുന്നിലാണ് മെത്രാൻകായൽ. പാടം സ്വകാര്യ കമ്പനി കൈയടക്കുന്നതിന് മുമ്പ് ഒരു തവണത്തെ കൃഷിയിൽ ഉൽപ്പാദിപ്പിച്ചിരുന്നത് 1,05,500 കിൻഡൽ നെല്ലായിരുന്നു. ശരാശരി 22,165 സുസ്ഥിര തൊഴിൽ ദിനങ്ങളും ലഭിച്ചു. പാടത്ത് തൊഴിൽ ചെയ്തത് 85% സ്ത്രീ തൊഴിലാളികളായിരുന്നു. ഈ യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കണ്ണടച്ച് വൻകിട ബിസിനസ്സുകാർക്ക് അനുകൂലമായി കായൽ നികത്താൻ സർക്കാർ അനുമതി കൊടുത്തത് വൻ പ്രതിഷേധത്തിനാണ് വഴിവെച്ചിരിക്കുന്നത്. സമരത്തിന്റെ ആദ്യപടിയായി അട്ടിപ്പീടികയിൽ നിന്ന് പ്രകടനമായെത്തിയ CPIM KSKTU പ്രവർത്തകർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KJ തോമസിന്റെ നേതൃത്വത്തിൽ മെത്രാൻകായൽ പ്രദേശത്ത് കൊടിനാട്ടി. ഇത് പാടശേഖരമാണ്. ഇവിടെ നെല്ല് വിളയുന്ന ഭൂമിയാണ്. പഴയകാലത്ത് 100 മേനി നെല്ല് വിളഞ്ഞ ഒരു പാടശേഖരമാണിത്. ഇത് നികത്താൻ ഞങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല. കായൽ നികത്താനുള്ള ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കുമരകം പഞ്ചായത്തിൽ നാളെ ഹർത്താൽ നടത്തുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി VN വാസവൻ വ്യക്തമാക്കി. കുമരകം കേന്ദ്രീകരിച്ച് 9-ാം തീയതി ഹർത്താൽ ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അതുകൊണ്ട് ഉത്തരവ് റദ്ദാക്കുന്നതോടൊപ്പം വരെ തുടർ പ്രക്ഷോഭവുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോട്ടയം ജില്ലയിൽ മുന്നോട്ട് പോകും. വരും ദിനങ്ങളിൽ ബഹുജന പിന്തുണയോടെ സമരം കരുത്താർജിപ്പിക്കാനാണ് കർഷകരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മെത്രാൻകായൽ നികത്താനുള്ള തീരുമാനത്തിന്റെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രി ഏറ്റെടുത്ത് മാപ്പ് പറയണമെന്നും ഇല്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭം നേരിടേണ്ടി വരുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. വൻകിടക്കാർക്ക് വേണ്ടി സർക്കാർ നിയമത്തെ കുഴിച്ചുമൂടിയെന്ന് VS അച്യുതാനന്ദൻ പ്രതികരിച്ചു. മെത്രാൻകായൽ വിവാദത്തിൽ നിലവിലെ തീരുമാനം പാർട്ടി നയത്തിന് യോജിച്ചതല്ല എന്ന് VM സുധീരൻ പറഞ്ഞു. ഔട്ട് ഓഫ് അജണ്ട എന്നുള്ള നിലയിലാണ് ഇത് കൊണ്ടുവന്നത്. ഇതിന്റെ പേരിൽ എല്ലാ കാര്യങ്ങളും പുറത്തു വന്നപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് മുൻ ഗവൺമെൻറ് കാലത്ത് അനുമതി കൊടുത്തിരുന്നതാണ്. മുൻ ഗവൺമെൻറ് കാലത്ത് അനുമതി കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഗവൺമെൻറ് ഇതിനാണ് പുതിയ അനുമതി കൊടുക്കേണ്ട കാര്യം? മുൻ ഗവൺമെൻറ് ഇട്ട ഉത്തരവാണെങ്കിൽ 5 കൊല്ലമായിട്ട് അവർക്ക് നടപ്പാക്കിയാൽ പോരായിരുന്നു. അപ്പോൾ ഈ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹം ചെയ്തിട്ടുള്ള തെറ്റ്, അതിന് കേരളത്തിലെ ജനങ്ങളുടെ മാപ്പ് പറയണം. ആ ഉത്തരവ് റദ്ദാക്കണം. ഉത്തരവ് റദ്ദാക്കുന്നില്ലെങ്കിൽ ശക്തമായിട്ടുള്ള ബഹുജന പ്രക്ഷോഭണം അവർക്ക് നേരിടേണ്ടി വരും. ഈ പദ്ധതി ഒരു കാരണവശാലും ആർക്കും അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിക്കെതിരെ ശക്തമായിട്ടുള്ള വികാരം ഉയർന്നു വന്നിട്ടുണ്ട്. ഇത്രയും വേഗത്തിൽ തന്നെ ഈ തീരുമാനം പിൻവലിച്ച് ഇത് സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങൾ ഗവൺമെൻറ് അവസാനിപ്പിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. വീണ്ടും ക്രമവിരുദ്ധ ഇളവ് നൽകി പുഞ്ചപ്പാടം നികത്താൻ വീണ്ടും ഉത്തരവ്. 150 ഏക്കർ നെൽപ്പാടത്തിനാണ് ചട്ടവിരുദ്ധ ഭൂപരിധിയിൽ ഇളവ് നൽകിയത്. കോട്ടയം വൈക്കം താലൂക്കിലെ ചെമ്പു വില്ലേജിലെ പാടത്തിനാണ് ഇളവ്. ഇളവ് നൽകിയത് 1500 കോടിയുടെ സ്മാർട്ട് ടൗൺഷിപ്പ് പദ്ധതിയുടെ മറവിലാണ്. ഉത്തരവിന്റെ പകർപ്പ് പീപ്പിൾ TV ലഭിച്ചു. വിനോദസഞ്ചാരം, വിദ്യാഭ്യാസം, വാണിജ്യ വ്യവസായം, വിവരസാങ്കേതിക വിദ്യ എന്നീ മേഖലയുടെ മറവിലാണ് പുഞ്ചപ്പാടത്തിന് ഭൂപരിധിയിൽ ഇളവ് നൽകി സർക്കാർ ഉത്തരവിട്ടത്. എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായ ഗ്രൂപ്പിന്റെ സമർത്ഥി വില്ലേജ് പ്രോജക്ടിനാണ് കോട്ടയം വൈക്കം താലൂക്കിൽ 150 ഏക്കർ പാടത്തിന് ഇളവ് നൽകിയിരിക്കുന്നത്. ഇളവ് നൽകിയുള്ള ഉത്തരവിൽ ഇളവ് നൽകുന്നത് നിലത്തിനാണെന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഉത്തരവനുസരിച്ച് പദ്ധതിക്കായി 150 ഏക്കർ പാടം കമ്പനിക്ക് നികത്താം.
1500 കോടി രൂപ മുതൽ മുടക്കുള്ള പദ്ധതി പ്രകാരം 5000 പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കുമെന്ന വാഗ്ദാനമാണ് കമ്പനി മുൻപോട്ട് വച്ചിരിക്കുന്നത്. കേരള ഭൂപരിഷ്കരണ നിയമത്തിലെ സെക്ഷൻ 81(3) പ്രകാരമുള്ള ഇളവ് തോട്ടം ഭൂമിക്ക് മാത്രം നൽകാനുള്ളതാണ്. അപേക്ഷ പരിഗണിച്ച കോട്ടയം ജില്ലാ കളക്ടർ ഇക്കാര്യം സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിലും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇത് പരിഗണിക്കാതെയാണ് സർക്കാരിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് പാടത്തിന് ഭൂപരിധിയിൽ ഇളവ് നൽകിയിരിക്കുന്നത്. സർക്കാർ അനുവദിച്ച പ്രത്യേക പദ്ധതിയായതുകൊണ്ട് തന്നെ നിലം നികത്തിയാൽ റവന്യൂ വകുപ്പിന് കമ്പനിക്കെതിരെ നടപടിയെടുക്കാനാവില്ല. പൊതുജനക്ഷേമമെന്ന വിഷയം ഉയർത്തിക്കാട്ടിയാണ് സർക്കാർ ക്രമവിരുദ്ധ നടപടി കൈക്കൊണ്ടത്. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പീപ്പിൾ എക്സ്ക്ലൂസീവ് ചെത്തുതൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ 500 കോടി രൂപ വകമാറ്റാൻ സർക്കാരിന്റെ നീക്കം. തുക ട്രഷറിയിൽ നിക്ഷേപിക്കാൻ നിർദ്ദേശിച്ച് വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർക്ക് അഡീഷണൽ ചീഫ് സെക്രട്ടറി കത്ത് നൽകി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യാനാണ് സംസ്ഥാന സർക്കാർ ചെത്തുതൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ഫണ്ട് വകമാറ്റാൻ ആവശ്യമുന്നയിച്ചിരിക്കുന്നത്. അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ KM എബ്രഹാം ഇത് സംബന്ധിച്ച് ക്ഷേമനിധി ബോർഡിന്റെ ചീഫ് വെൽഫെയർ ഇൻസ്പെക്ടർക്ക് കത്ത് നൽകി. കത്തിന്റെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. 500 കോടി രൂപ 3 മാസത്തെ സ്ഥിര നിക്ഷേപമായി ട്രഷറിയിൽ നിക്ഷേപിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിലവിലുള്ള പലിശ നിരക്കിൽ നിന്നും 1% അധിക പലിശ നൽകാമെന്ന വാഗ്ദാനവും കത്തിലുണ്ട്. എന്നാൽ സംസ്ഥാനത്തെ ട്രഷറികളിൽ സ്ഥിരനിക്ഷേപം സ്വീകരിക്കുന്ന കുറഞ്ഞ കാലപരിധി 6 മാസമാണ്. 7.5% പലിശ നിരക്കിലുമാണ് ഇത്തരത്തിൽ ട്രഷറിയിൽ 6 മാസത്തെ സ്ഥിരനിക്ഷേപം സ്വീകരിക്കുന്നത്. സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനത്തിന് പോലും പണമില്ലാത്ത അവസ്ഥയിലാണ് നിലവിലെ ഖജനാവിന്റെ സ്ഥിതി. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ മാത്രം ശമ്പളവും മറ്റും ക്ഷേമ പ്രവർത്തനങ്ങൾക്കുമായി 2250 കോടി രൂപയാണ് ധനവകുപ്പ് പൊതുകടം എടുത്തിട്ടുള്ളത്. മാർച്ച് മാസത്തെ ചെലവുകൾക്ക് മാത്രമായി ഏകദേശം 2000 കോടി രൂപ സർക്കാരിന് ആവശ്യമാണ്. ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാണ് ചെത്തുതൊഴിലാളികളുടെ സമ്പാദ്യത്തിൽ സർക്കാർ കൈയിട്ട് വാരാൻ ശ്രമിക്കുന്നത്. ലെസ്ലി ജോൺ, ഇടുക്കി. കോൺഗ്രസ് സ്ഥാനാർത്ഥി സാധ്യതാ പട്ടിക KPCC ഹൈക്കമാൻഡിന് കൈമാറി. ഒരു മണ്ഡലത്തിൽ ശരാശരി 5 പേർ വീതം പട്ടികയിലുണ്ട്. സിറ്റിംഗ് MLA-മാരുടെ മണ്ഡലത്തിലും മറ്റു പേരുകളുണ്ട്. അന്തിമ പട്ടിക ഈ മാസം ഒടുവിലുണ്ടാകും. വനിതകൾക്ക് ജയസാധ്യതയുള്ള സീറ്റ് നൽകണമെന്ന് മഹിളാ കോൺഗ്രസ് അഖിലേന്ത്യാ അധ്യക്ഷ ആവശ്യപ്പെട്ടു. സ്ഥാനാർത്ഥി സാധ്യതാ പട്ടിക ഇന്ന് രാവിലെയാണ് KPCC AICCക്ക് കൈമാറിയത്. ജഗദീഷ് പത്തനാപുരത്തും സിദ്ദിഖ് അരൂരിലും പട്ടികയിലുണ്ട്. നേമത്ത് TP ശ്രീനിവാസൻ മത്സരിക്കുമെന്ന പ്രചാരണമുണ്ടെങ്കിലും പട്ടികയിൽ പേരില്ല. KPCC പ്രസിഡന്റ് VM സുധീറിന്റെ പേരും പട്ടികയിലില്ല. സുധീറിന്റെ കാര്യത്തിൽ ഹൈക്കമാൻഡാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് പുതുപ്പള്ളിയിലും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പേര് ഹരിപ്പാടും പട്ടികയിലുണ്ട്. പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പുതുമുഖങ്ങൾക്ക്, വനിതകൾക്ക്, യുവാക്കൾക്ക്, അതുപോലെ തന്നെ മറ്റെല്ലാ വിഭാഗങ്ങൾക്കും അർഹമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടതായിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. അതേസമയം വനിതകൾക്ക് ജയസാധ്യതയുള്ള സീറ്റ് നൽകണമെന്ന് വനിതാ കോൺഗ്രസ് അഖിലേന്ത്യാ അധ്യക്ഷ ശോഭ ഓജെ തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. ഹൈക്കമാൻഡ് അംഗീകരിച്ച പട്ടിക KPCC തെരഞ്ഞെടുപ്പ് സമിതി ഈ മാസം 23-ന് ചർച്ച ചെയ്യും. അന്തിമ പട്ടിക മാർച്ച് ഒടുവിലുണ്ടാകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ലോക വനിതാ ദിനത്തിൽ കോൺഗ്രസിന്റെ സ്ത്രീ അവഗണനയ്ക്കെതിരെ ACC അംഗം ഷാഹിദ കമാൽ. ന്യൂനപക്ഷ വിഭാഗത്തിലെ സ്ത്രീകളെ കോൺഗ്രസും UDF-ഉം അവഗണിക്കുന്നതായി ഷാഹിദ. ലീഡറുടെ കാലഘട്ടത്തിനു ശേഷം നിയമസഭയിലേക്ക് ന്യൂനപക്ഷത്തിൽ നിന്ന് ഒരു വനിതയെ പോലും പരിഗണിച്ചില്ല. സർക്കാരിനുണ്ടായ മാനക്കേടിൽ നിന്നും തലയൂരാൻ വനിതകൾക്ക് കൂടുതൽ സീറ്റുകൾ നൽകിയില്ലെങ്കിൽ തിരിച്ചടിയുണ്ടാകുമെന്നും ഷാഹിദ മുന്നറിയിപ്പ് നൽകി. ഇതാദ്യമായാണ് സീറ്റ് പ്രശ്നത്തിൽ ഷാഹിദ കമാൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തുന്നത്. കോൺഗ്രസിലെ ത്രിമൂർത്തികളാണ് അവഗണനയ്ക്ക് പിന്നിലെന്നും അധികാരം പങ്കിടുന്ന കാര്യത്തിലാണ് അനീതിയും അവഗണനയെന്നും ഷാഹിദ കമാൽ പറഞ്ഞു. സ്ത്രീകളുടെ വോട്ട് വേണം, എന്നാൽ വനിതകളെ നിയമസഭയിലെത്തിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടിയുണ്ടാകുമെന്നും ഷാഹിദ കമാൽ വ്യക്തമാക്കി. കോൺഗ്രസ് പാർട്ടിയിൽ സ്ത്രീകളോട് കാണിക്കുന്ന ഈ രണ്ടാം തരം പൗരന്മാരെന്ന ആ ഒരു ബോധം, രണ്ടാം തരം പൗരന്മാരായിട്ടാണ് സ്ത്രീകളെ കാണുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് കൂടി അവസര സമത്വം കൊടുത്തുകൂടാ? എന്തുകൊണ്ട് കൊടുത്തുകൂടാ? സ്ത്രീകൾക്ക് കഴിവില്ല? കേരളത്തിലെ സ്ത്രീകൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സംവരണം വന്നതുകൊണ്ടാണ് സ്ത്രീകൾ കടന്നു വന്നത്. അല്ലെങ്കിൽ ഇപ്പോഴും സ്ത്രീകൾക്ക് അവിടെ കടന്നു വരാൻ സാധിക്കില്ല. അത് ഏറ്റവും കൂടുതൽ അനീതി കാണിക്കുന്നത് കേരളത്തിലാണ്. കാരണം കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷ ഒരു വനിതയാണ്. ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയുന്നു, ബഹുമാനത്തോടു കൂടി പറയുന്നു. ആ മഹതി അധ്യക്ഷയായിട്ടിരിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ അവഗണന ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവഗണന നേരിടേണ്ടി വരുന്നത് കേരളത്തിലാണെന്ന്
വളരെ നിരാശയോടുകൂടി ഒരു കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയിൽ എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. ലീഡറുടെ കാലഘട്ടത്തിന് ശേഷം ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ഒരു വനിതയെ പോലും നിയമസഭയിൽ എത്തിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിനായില്ലെന്നും വോട്ടിന് മാത്രം ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വനിതകളെ ഉപയോഗിക്കുകയാണെന്നും ഷാഹിദ കമാൽ കുറ്റപ്പെടുത്തി. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. വനിതാ ജനപ്രതിനിധികളുടെ കാര്യത്തിൽ ഇന്ത്യൻ പാർലമെന്റിന്റെ സ്ഥാനം കുത്തനെ ഇടിഞ്ഞു. 2014 കണക്ക് പ്രകാരം വനിതാ പ്രതിനിധികളുടെ എണ്ണത്തിൽ ലോകത്ത് 117 സ്ഥാനത്തായിരുന്ന ഇന്ത്യ ഈ വർഷം 144-ാമതായി. 22% മാത്രമാണ് ഇരു സഭകളിലെയും സ്ത്രീ പ്രാതിനിധ്യം. എല്ലാ മേഖലകളിലും സ്ത്രീ സംവരണത്തിനായി വാദിക്കുമ്പോഴും ലോക്സഭയിൽ 12% മാത്രമാണ് വനിതാ ജനപ്രതിനിധികൾ. രാജ്യസഭയിൽ 12%, 22% മാത്രമാണ് ഇരുസഭകളിലുമായുള്ള സ്ത്രീ പ്രാതിനിധ്യം. 2014 62 സ്ത്രീ പ്രതിനിധികളാണ് ലോക്സഭയിലെത്തിയത്. ഉപതെരഞ്ഞെടുപ്പിലൂടെ 4 പ്രതിനിധികൾ കൂടി. എങ്കിലും മിക്ക ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ പാർലമെന്റുകളിൽ വനിതാ പ്രതിനിധികളുടെ കാര്യത്തിൽ ഇന്ത്യയേക്കാൾ മുന്നിലാണ്. അന്താരാഷ്ട്ര കണക്ക് പ്രകാരം 2014 117-ാം സ്ഥാനത്തായിരുന്ന ഇന്ത്യ ഈ വർഷം 144-ആയി. വനിതാ പ്രതിനിധികളുടെ കാര്യത്തിൽ ആഫ്രിക്കൻ രാജ്യമായ റുവാണ്ടയാണ് മുന്നിൽ. ലോക്സഭയിൽ 63.8%, രാജ്യസഭയിൽ 38.5%-മാണ് സ്ത്രീ പ്രാതിനിധ്യം. സ്ത്രീ സംവരണ ബിൽ പാസാക്കേണ്ടതുണ്ടെന്നും സംവരണം 33%-മായി വർദ്ധിപ്പിക്കണമെന്നും രാഷ്ട്രപതി പ്രണബ് മുഖർജി വ്യക്തമാക്കി. പാർലമെന്റിൽ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചെന്ന് വനിതാ എംപിമാരും പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. തെരഞ്ഞെടുപ്പിന് മുൻപ് സർക്കാർ കടുംവെട്ട് നടത്തുന്നുവെന്ന് കെ രാമചന്ദ്രൻ മാസ്റ്റർ. 2 കോൺഗ്രസ് ഗ്രൂപ്പ് MLA-മാരാണ് കോൺഗ്രസ് ഗ്രൂപ്പ് MD-മാർ. അഴിമതിയുടെ മൊത്തക്കച്ചവടക്കാരാണ് ഗ്രൂപ്പ് മാനേജർമാരെന്നും ഇവർ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കണമെന്നും കെ രാമചന്ദ്രൻ മാസ്റ്റർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു.